5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നല്ല രസമാണ് ഈ സംസ്ഥാനത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ. നമ്മുടെ വീണ ജോർജ് മന്ത്രി, അവർ ലോട്ടറി അടിച്ച് മന്ത്രിയായ ആളാണ്. MLA ആയി തന്നെ വലിയ ലോട്ടറി അടിച്ചു. പിന്നെ ഒരു സംഘം ആളുകളെ അങ്ങ് മാറ്റാൻ തീരുമാനിച്ച് തോമസ് ഐസക്കിനെ പോലെയുള്ള പരിണതപ്രജ്ഞനായ ഡോക്ടറേറ്റുള്ള, ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള, എക്കണോമിക്സിൽ ഡോക്ടറേറ്റുള്ള തോമസ് ഐസക്കിനെ ഒഴിവാക്കി. ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞു, പ്രായം പറഞ്ഞാണ് ഒഴിവാക്കിയത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ കേരളം മുഴുക്ക ഓടി നടന്ന്, വിജ്ഞാന കേരളത്തിൻ്റെ കൺസൾട്ടൻ്റായിട്ട് കേരളം മുഴുക്ക ഓടി നടന്ന് യുവാക്കൾക്ക് യുവതികൾക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയും ഓടി നടക്കുന്ന ഒരാളിന് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് മന്ത്രിയായിരിക്കാൻ പറ്റില്ലേ എന്നുള്ളത് അറിയാമെന്നുള്ള പറ്റില്ലേ എന്നറിയാമെന്നുള്ള ഏക വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെന്നുള്ള ഏക വ്യക്തി പിണറായി വിജയൻ മാത്രമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശൈലജ ടീച്ചർ എത്ര പരിണതപ്രജ്ഞ എന്നുള്ള രീതിയിലാണ് അവർ കോവിഡിനെയൊക്കെ, തള്ളു കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കോവിഡിനെയൊക്കെ അവർ നന്നായി കൈകാര്യം ചെയ്തു. നിപ്പയൊക്കെ വന്നപ്പോൾ അവർ ഫുൾ ടൈം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, പോയി ഡോക്ടർമാരെ കൊണ്ടൊക്കെ പല സേവനങ്ങളും ചെയ്യിച്ചു. വളരെ വലിയ കയ്യടി വാങ്ങിയതാണ്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ ശൈലജ ടീച്ചറിൻ്റെ പേര് വന്നു, അവർക്കൊരു അവാർഡ് കിട്ടി. പിന്നെ അത് പിണറായിക്ക് അല്ലാത്തതുകൊണ്ട് വാങ്ങാൻ സമ്മതിച്ചില്ല, അത് വേറെ കഥ. അത് അങ്ങനെയൊക്കെ വന്നു. അതുപോലെ തന്നെ സുധാകരൻ സാർ വളരെ മനോഹരമായി, ജി സുധാകരൻ പിന്നെ എത്ര മനോഹരമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുപോയത്. അങ്ങനെയുള്ള പിന്നെ പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ വകുപ്പിൽ യജ്ഞമൊക്കെ നടത്തി, യജ്ഞമൊക്കെ പൊളിഞ്ഞു പോയി, എങ്കിലും ഒരുപാട് പരീക്ഷണമൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ അങ്ങ് ഒഴിവാക്കി. അക്കൂട്ടത്തിൽ ഈ പലരെയും ഒഴിവാക്കിയ കൂട്ടത്തിൽ കയറിപ്പറ്റിയ ആളാണ്, ഈ കപ്പലിൽ കയറിപ്പറ്റിയ കപ്പിത്താനെ കണ്ണിറക്കി കാണിച്ച് കപ്പിത്താൻ്റെ കൂടെ കയറിപ്പറ്റിയ ആളാണ് വീണ ജോർജ്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം നടക്കുകയാണ്. വേദനയുണ്ടാക്കുന്ന സമരമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പെരുമഴയത്ത് വല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ 120-ലധികം വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ തെരുവിലിരുന്ന് സമരം ചെയ്യുകയാണ്. അവരുടെ ഡിമാൻഡ് എന്താണെന്നറിയാവോ? വളരെ ലളിതമാണ്. ഞങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ സ്വകാര്യമായി ഒരു സുരക്ഷിതമായ സ്ഥലം വേണം. 2 യൂറിൻ ഷെഡാണ് ആ കോളേജിലുള്ളത്, നഴ്സിംഗ് കോളേജിൽ, പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിനെയാണ് പറഞ്ഞു വരുന്നത്. 2 യൂത്ത് ബാത്റൂമാണുള്ളത്. എങ്ങനെയാണ് ഞങ്ങൾ അതിനകത്ത് പോവുക? പലപ്പോഴും അതിനകത്ത് വെള്ളമില്ലാതെ പെൺകുട്ടികൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് കഴിയില്ല എന്ന്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയാൽ വെള്ളം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞൂടാത്ത ആളാണോ വീണ ജോർജിനെ പോലെയുള്ള ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു സഹോദരി, അല്ലെങ്കിൽ ചേച്ചി? എന്താണ് വീണ ജോർജ് ഇവിടെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ മുറികളുടെ പ്രശ്നങ്ങൾ, വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാ അർത്ഥത്തിലും ഒരു വാടക കെട്ടിടത്തിൽ അവിടെ നടക്കുന്നു. താങ്കളുടെ ജില്ലയിലുള്ളൊരു കോളേജിലെങ്കിലും താങ്കൾ ആവശ്യമുള്ള മാറ്റം വരുത്തണ്ടേ? ഇപ്പോൾ പറയുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് മീൻസ് പ്രിൻസിപ്പാൾ പറയുന്നത്, ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ വലിയ വാടക കെട്ടിടത്തിലേക്ക് പോകും. എന്തേ നിങ്ങൾ ഈ കേരള മാതൃക എന്ന് പറഞ്ഞും ആരോഗ്യ മാതൃക എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ തള്ളി മറിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ഒരു കോളേജിനെ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥലം വാങ്ങി, പ്രത്യേകിച്ച് കോന്നിയിലും പത്തനംതിട്ടയിലും ഒക്കെ ധാരാളം സ്ഥലം കിട്ടുന്ന സ്ഥലമാണല്ലോ, തിരുവനന്തപുരം നഗരമൊന്നും അല്ലല്ലോ. അപ്പോൾ ആ സ്ഥലത്ത് അങ്ങോട്ട് മാറ്റി നല്ലൊരു നഴ്സിംഗ് കോളേജ് പണിയാനുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങൾ തയ്യാറാക്കണ്ടേ? അതൊക്കെ തയ്യാറാക്കുന്നതിന് പകരം കുട്ടികൾ മഴയത്തിരുന്ന് സമരം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവർ പലപ്പോഴും വെയിലേറ്റ് സമരം ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പലവട്ടം അവർ സമരം ചെയ്തു, പല രൂപത്തിൽ അവർ പറഞ്ഞു. പെൺകുട്ടികൾ പറയുന്നു, ആൺകുട്ടികൾ പറയുന്നു, എന്തൊരു ലോകമാണിത്? സ്വച്ഛ ഭാരത് നടപ്പിലാക്കിയ ഭാരതത്തിൽ, സമ്പൂർണ്ണ ടോട്ടൽ സാനിറ്റേഷൻ നടപ്പിലാക്കിയത് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ പെൺകുട്ടികൾ പറയുകയാണ്, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ, ഞങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമില്ല എന്ന് പറഞ്ഞാൽ അപമാനമാണ്. മിസ്റ്റർ മന്ത്രി, നിങ്ങൾ കഴിയുന്നത് വേഗം എന്തായാലും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൂടി തോറ്റ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്തവർക്ക് മാറാനൊരു സാഹചര്യമുണ്ട്. മന്ത്രിസഭയെ പുനഃസംഘടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെയാണെങ്കിൽ അക്കൂട്ടത്തിൽ താങ്കൾക്കും ഒഴിവാകാം. എന്തിനാണ് താങ്കളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഇരുന്ന് കപ്പിത്താനാണ്, ക്യാപ്റ്റനാണ്, ഈ കപ്പൽ മുങ്ങില്ല സാർ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് പരസ്പരം ഒരു PR വർക്ക് ചെയ്ത് എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ച്, കാണുമ്പോഴൊക്കെ ചിരിച്ച് സുഖിപ്പിച്ച് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? പ്രിയപ്പെട്ട മന്ത്രി, നിങ്ങൾക്ക് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്, പ്ലീസ് നിങ്ങൾ രാജിവെച്ച് വിവരമുള്ള ആരെയെങ്കിലും ഈ കാര്യങ്ങൾ ഏൽപ്പിക്കൂ, അല്ലെങ്കിൽ ആ ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് പോയി കുറച്ച് കാര്യങ്ങൾ പഠിക്കൂ, എന്തെങ്കിലും ചെയ്യൂ. എന്തായാലും പത്തനംതിട്ടയിലെ ആ പെൺകുട്ടികളും ആൺകുട്ടികളും തെരുവിലിരുന്ന് മഴയത്തിരുന്ന് മഴ നനഞ്ഞ് സമരം ചെയ്യുന്ന കണ്ടപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി, വലിയ സങ്കടമുണ്ട്. ഖേദകരമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കേരളം ഒന്നാമതാണ് ആരോഗ്യത്തിലെന്ന് തള്ളി പിന്നെ നമുക്ക് മറിക്കാം. നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കൂ, പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് കോളേജിന്.